റിപ്പോർട്ട് ബ്രേക്കിംഗ്. കൊല്ലത്ത് മുറിവിൽ പുഴുവരിച്ച അമ്മയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച മകൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മകൾ കടന്നുകളഞ്ഞത്. നട്ടലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ കലയ്ക്ക് മകൾ ഭക്ഷണം പോലും നൽകിയിരുന്നില്ല. മുറിവിൽ പുഴുവരിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലയ്ക്കായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന കലയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. മോളാണെന്ന് പറയരുത്, അടുത്ത വീട്ടിലെ കുട്ടിയെന്ന് വേണം പറയാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയോട്ട് അങ്ങനെ എന്നെ പറയാന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അറിയാം മോളാണെന്ന്. എന്നെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. അവള് പറഞ്ഞു ഇനി എന്റെ നമ്പർ മാറ്റും, എന്നെ വിളിക്കരുത്, ഞാൻ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നെന്ന് പറഞ്ഞു. വി ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, അതിക്രൂരമായ സംഭവമാണ്. മകൾ അമ്മയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ കാര്യം എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? അവരെ ആരെങ്കിലും ഏറ്റെടുക്കുമോ? ആശുപത്രിയിൽ ഇപ്പോൾ അവർ ചികിത്സയിലാണോ? അതായത് സ്മൃതി, കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 കൂടിയാണ് ഈ കല എന്ന് പറയുന്ന സ്ത്രീയുമായി മകൾ കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത്. അതിനുശേഷം അവിടെ OP ഷീട്ടൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ അമ്മയെ തനിച്ചാക്കി ഈ മകൾ ആശുപത്രിയിൽ നിന്ന് കടന്നു കളയുന്നത്. ഈയിടെ ഒരാഴ്ച മുമ്പാണ് ഇവർ മൈസൂരിൽ എത്തുന്നത്. നട്ടല് സംബന്ധിച്ച ഓപ്പറേഷൻ നടത്തിയിരുന്നു. പിന്നീട് ആ ഓപ്പറേഷന്റെ ഭാഗമായി ഉണ്ടായ ചില മുറിവുകൾ അത് വ്രണമാവുകയും അവിടെ പുഴുവൊക്കെ അരിക്കുന്ന ഒരു വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലേക്ക്, ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് അമ്മ എത്തി. ആ ഘട്ടത്തിലാണ് നോക്കാൻ കഴിയില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് ഈ അമ്മയെ മകൾ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് ഈ ആശുപത്രിയിലെ ചില ആളുകളൊക്കെ അറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകനായ ഈ ഗണേശൻ എന്ന് പറയുന്ന ആൾ ഇന്നലെ ഈ ആശുപത്രിയിൽ എത്തുകയും ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ആംബുലൻസിൽ മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും ഇവരെ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട സാമൂഹ്യ നീതി വകുപ്പിൻ്റെയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തയ്യാറാണെന്ന് ഈ ഗണേഷ് പറയുന്ന അദ്ദേഹം ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വലിയ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അമ്മ ഇന്നലെ ഈ ആദ്യം കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നത് ഭക്ഷണമാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ചികിത്സയൊന്നുമല്ല അവർ ചോദിക്കുന്നത്, കുറച്ച് ഭക്ഷണമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായി അത്രയും വലിയ ഭക്ഷണം പോലും കഴിക്കാതെ വലിയ യാതന, നരകം ഈ അമ്മ അനുഭവിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവർക്കൊരു ആശ്വാസമായിരിക്കുന്നു. അവർ നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മികച്ച ചികിത്സ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അസുഖമൊക്കെ ഭേദമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇങ്ങനെ ഒരു സമാനതയില്ലാത്തൊരു അമ്മയോട് മകൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു ക്രൂരത കൊല്ലത്തുണ്ടായിരിക്കുന്നത്.